ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സൂപ്പർ ഓപ്ഷൻ കാണിക്കാൻ പോവുകയാണ്. ടൈപ്പിംഗ് മാത്രം ചെയ്തുകൊണ്ട് ഡോളേഴ്സ് സമ്പാദിക്കാനുള്ള ഒരു ടെക്നിക്. വിദ്യാർത്ഥികൾക്കും വീട്ടിൽ ഒഴിവ് സമയം ലഭിക്കുന്നവർക്കും വളരെ ഈസിയായി വീട്ടിലിരുന്നു കൊണ്ട് ഡോളറുകൾ സമ്പാദിക്കാം. ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരല്പം ടെക്നിക്കൽ നോളജും അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷ് നോളജുമാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഇതിനായിട്ട് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ റൈറ്റേഴ്സ് ലാബ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് writerslab.com ഫ്രീലാൻസ് ജോബ്സ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ് ഓൺലൈൻ എന്ന ഒരു സൈറ്റ് കാണാവുന്നതാണ്. ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ റൈറ്റേഴ്സ് ലാബിൻ്റെ വെബ്സൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ട് യുവർ ഫ്രീലാൻസ് റൈറ്റിംഗ് കരിയർ ടുഡേ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. താഴോട്ട് ഡ്രാഗ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വി ആർ കറൻ്റ്ലി ഹയറിംഗ് 2 കാറ്റഗറീസ് ഓഫ് റൈറ്റേഴ്സ്, ദാറ്റ് ഈസ് ENL, ESL എന്നിങ്ങനെ കാണാം. ഇവിടെ റൈറ്റേഴ്സിൻ്റെ 2 കാറ്റഗറീസ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ENL റൈറ്റേഴ്സും ഒന്ന് ESL റൈറ്റേഴ്സും. ഇനി എന്താണ് ENL റൈറ്റേഴ്സ് എന്ന് വെച്ചാൽ people who acquired English as their native language and have great writing skills എന്നാണ് പറയുന്നത്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് മദർ ടങ് ആയിട്ടുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത്രയും ഫ്ലുവൻസി അവർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അവരുടെ നേറ്റീവ് ലാംഗ്വേജ് ആയവരാണ് ENL റൈറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരിക്കലും ENL റൈറ്റേഴ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതല്ല. പിന്നെയുള്ളത് ESL റൈറ്റേഴ്സ് ആണ്. People who learned English as a second language and acquired great writing proficiency. ESL റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചവരും പിന്നെ ഇംഗ്ലീഷിൽ അത്യാവശ്യം നല്ല പ്രൊഫഷ്യൻസി ഉള്ളവരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഏണിങ്സ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനാവുന്നുണ്ടാവും റൈറ്റേഴ്സ് ഏണിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളം കാണാം. ഇവിടെ കാറ്റഗറിയിൽ ENL റൈറ്റേഴ്സ്, ESL റൈറ്റേഴ്സ് എന്നിങ്ങനെ 2 റൈറ്റേഴ്സിൻ്റെത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ENL റൈറ്റേഴ്സിൻ്റെ ഏണിങ് നിങ്ങൾക്ക് കാണാം. ഇത് പെർ മന്ത് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ENL റൈറ്റേഴ്സ്, അതായത് ഇംഗ്ലീഷ് നേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ളവരുടെ ഏണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡോളേഴ്സ് $4,923 ആണ് അവർ 1 മന്തിൽ അക്വയർ ചെയ്തിട്ടുള്ളത്. അവർ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 90 ഓർഡേഴ്സ് ആണ്. 315 പേജസ് ആണ് അവർ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ESL റൈറ്റേഴ്സിൻ്റെ ഒരു ആവറേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ $2,774 പെർ മന്ത് അവർ അക്വയർ ചെയ്യുന്നുണ്ട്. അതായത് അവർ കംപ്ലീറ്റഡ് ഓർഡേഴ്സ് 74, ഏകദേശം 74 ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 285 പേജസ് ഒരു മന്തിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏർണിങ്സ് നമുക്ക് എന്തിലൂടെ ഉണ്ടാക്കാൻ പറ്റും? ഈ ടൈപ്പിംഗ് വർക്കിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി $2,774 എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ റുപ്പീസിൽ എത്ര ഉണ്ടാവും നോക്കാം. അപ്പോൾ അത് ഏകദേശം 2,26,000 എബോവ് വരും. അപ്പോൾ ഇതുപോലെ നമുക്കും ഏൺ ചെയ്യാൻ പറ്റും. കുറച്ച് ഹാർഡ് വർക്ക് മാത്രം ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഒഴിവുള്ള സമയങ്ങളിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് പഠനത്തോടൊപ്പം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു മന്ത്ലി ഇൻകം ഗ്രാഫ് ആണ്. $1,501 ആണ് ഒരു ആവറേജ് റൈറ്ററിന് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാവുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ രജിസ്റ്റർ നൗ എന്നൊരു ഗ്രീൻ ബോക്സ് കാണാം. അവിടെ പോയി ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ നമ്മുടെ നെയിം, രണ്ടാമത്തെ കോളത്തിൽ ലാസ്റ്റ് നെയിം, പിന്നെ ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ കൺട്രി ഏതാണെന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ സിറ്റി ഏതാണെന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. നമ്മൾ ടൈപ്പ് ചെയ്ത അതേ ഇമെയിൽ അഡ്രസ്സ് തന്നെ ഒന്നുകൂടെ വീണ്ടും റീടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് അല്ലാതെ മറ്റൊരു ഇമെയിൽ അഡ്രസ്സ് നമ്മൾ അവിടെ കൊടുക്കുക. അതായത് നമ്മൾ ആദ്യം കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കരുത്, ഒരു എക്സ്ട്രാ ഇമെയിൽ അഡ്രസ്സും കൂടെ നമ്മൾ അവിടെ കൊടുക്കുക. പിന്നെ അതിൻ്റെ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് റീടൈപ്പ് ചെയ്യുക.
ഇനി നമുക്ക് നമ്മുടെ ഫോൺ നമ്പറാണ് ചോദിക്കുന്നത്. നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ, ദാറ്റ് ഈസ് വേറൊരു ഫോൺ നമ്പർ, നമ്മൾ നേരത്തെ കൊടുത്ത നമ്പർ അല്ലാതെ മറ്റൊരു ഫോൺ നമ്പർ ആഡ് ചെയ്യാം. പിന്നെ ചോദിക്കുന്നത് ഹാവ് യു എവർ വർക്ക്ഡ് ഫോർ എനി അതർ ഓൺലൈൻ അക്കാദമിക് അസിസ്റ്റന്റ് കമ്പനി എന്നാണ്. അതായത് നിങ്ങൾ ഇതുവരെ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഇങ്ങനെ ഓൺലൈൻ അക്കാദമിക് അസിസ്റ്റൻസ്, അതായത് ഈ റൈറ്റിംഗ് ജോബ് വേറെ എവിടെയെങ്കിലും കമ്പനിയിൽ ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. ആൻഡ് ദെൻ ആർ യു അവൈലബിൾ 24/7, അതായത് നിങ്ങൾ 24 മണിക്കൂറും ആഴ്ചയിൽ 24 മണിക്കൂറും അവൈലബിൾ ആണോ എന്നാണ് ചോദ്യം. അപ്പം അത് നിങ്ങൾ നോ അടിക്കുക. കാരണം അങ്ങനെ ഉണ്ടാവില്ലല്ലോ, നമ്മൾ മറ്റെന്തെങ്കിലും ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കും. അപ്പം നോ എന്ന് കൊടുക്കുക. ദെൻ വാട്ട് സിറ്റേഷൻ സ്റ്റൈൽസ് ആർ യു ഫെമിലിയർ വിത്ത്, അപ്പോൾ അവിടെ MLA എന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ നേറ്റീവ് ലാംഗ്വേജ് എന്നാണ്. അപ്പോൾ നമ്മുടെ മദർ ടങ് ഏതാണോ അതവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ വാട്ട് അതർ ലാംഗ്വേജസ് ഡു യു നോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഭാഷകൾ ഏതെല്ലാം എന്നാണ്. അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴോ തെലുങ്കോ അങ്ങനെ ഏതെങ്കിലും ഭാഷ എക്സ്ട്രാ നിങ്ങൾക്കറിയാമെങ്കിൽ ആ ഭാഷ അവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ അടുത്തത് വാട്ട് ലാംഗ്വേജസ് ക്യാൻ യു റൈറ്റ് അക്കാദമിക് പേപ്പേഴ്സ് ഇൻ, അപ്പോൾ അവിടെ ഇംഗ്ലീഷ് എന്ന് ടിക്ക് ചെയ്യുക. ദെൻ അടുത്ത ഓപ്ഷൻ വാട്ട് ഈസ് യുവർ ഹയസ്റ്റ് വെരിഫയബിൾ അക്കാഡമിക് ഡിഗ്രി എന്നാണ്. അതിൽ കുറേ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഹൈസ്കൂള്, പിന്നെ അസോസിയേറ്റ്, ബാച്ചിലർ, മാസ്റ്റർ, PhD. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. ദെൻ അടുത്തത് വാട്ട് ഡിസിപ്ലിൻ ആർ യു പ്രൊഫിഷ്യൻറ്റ് ഇൻ എന്നാണ്. നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾ കഴിവുള്ളത് എന്നതാണ് അവിടെ ചോദിക്കുന്നത്. കുറേ ഓപ്ഷൻസ് അവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതിൽ ഏതിലാണോ നിങ്ങളുടെ പ്രൊഫിഷ്യൻസി ഉള്ളത് അവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് ഇടുക. ജിയോഗ്രഫി ഉണ്ട്, അതായത് ഹിസ്റ്ററി ഉണ്ട്, IT ഫീൽഡ് ഉണ്ട്, സയൻസ് ഫീൽഡ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്, ദെൻ സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സുവോളജി, അങ്ങനെ കുറേ ഓപ്ഷൻസ് നിങ്ങൾ കാണാം. നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചവരാണെങ്കിൽ, സയൻസ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും മാത്സ് ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചവർക്കാണെങ്കിലും അവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണാം. അപ്പോൾ നിങ്ങൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാട്ട് ആർ ദ സ്ഫിയേഴ്സ് ഓഫ് യുവർ സ്പെഷ്യലൈസേഷൻ എന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് അക്കാദമിക് പേപ്പർ എന്ന് കാണാം, അവിടെ ടിക്ക് ചെയ്യുക. ദെൻ വാട്ട് അഡീഷണൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ യു ഫെമിലിയർ വിത്ത്, അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഫീൽഡുള്ള കഴിവാണ്. ഓട്ടോകാഡ്, C++, ജാവ പ്രോഗ്രാമിംഗ്, മാറ്റ്ലാബ്, SPSS ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ക്വാളിഫൈഡ് ആണെങ്കിൽ അവിടെ ടിക്ക് ചെയ്യുക. ദെൻ നിങ്ങളെക്കുറിച്ച് എബൌട്ട് മീ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഐ ആം എ റൈറ്റർ എന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ നിങ്ങളെക്കുറിച്ച് എഴുതാനുള്ളത് അവിടെ എഴുതുക. ദെൻ ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് എസ്, നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെക്കുറിച്ച് അറിഞ്ഞത് എന്നുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഗൂഗിൾ ആഡ്സ് വഴിയാണോ, ബിങ് ആഡ്സ് വഴിയാണോ, സെർച്ച് എഞ്ചിൻ വഴിയാണോ, ലിങ്ക്ഡിൻ വഴിയാണോ, റെക്കമെൻഡേഷൻ ആണോ, പിന്നെന്താണ് ക്രേഗ് ലിസ്റ്റ് ആണോ, ഫേസ്ബുക്ക് ആണോ, യാഹൂ ആഡ്സ് ആണോ, അതർ. അപ്പോൾ ഇതിലൂടെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത് ആ ഓപ്ഷനിൽ പോയിട്ട് ടിക്ക് ചെയ്യുക. ദെൻ അതിനുശേഷം ഇവിടെ ഒരു നമ്പർ വന്നിട്ടുണ്ടാവും. ആ നമ്പർ ഈ ബോക്സിൽ ടൈപ്പ് ചെയ്ത ശേഷം അഗ്രി ബോക്സിൽ ടിക്ക് ചെയ്യുക. ഐ അഗ്രി വിത്ത് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന ബോക്സിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ആവുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ബോക്സ് ഫില്ല് ചെയ്യാനോ മറ്റോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ബട്ടൺ അടിച്ചാൽ നിങ്ങൾ ആ ബോക്സിലേക്ക് നേരെ റീഡയറക്റ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്തിട്ട് വീണ്ടും സബ്മിറ്റ് ബട്ടൺ കൊടുക്കാവുന്നതാണ്. അപ്പോൾ സബ്മിറ്റ് ബട്ടൺ കൊടുത്ത ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വന്നത് കാണാം. ഫിനിഷ് ദ രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാർട്ട് ഏർണിംഗ് മണി വിത്ത് അസ് എന്ന് കാണാം. അപ്പോൾ നിങ്ങൾ കരുതണ്ട, രജിസ്ട്രേഷൻ പൂർത്തിയായി നിങ്ങൾക്ക്
മണി ഏൺ ചെയ്യാമെന്ന്. പക്ഷേ ഇതിന് ഒരു പ്രൊസീജിയർ കൂടെ ഉണ്ട്. അപ്പം അതിന് മുന്നേ ഇൻ ഓർഡർ ടു ആക്സസ് ടു ദ ലിസ്റ്റ് ഓഫ് അവൈലബിൾ ഓർഡേഴ്സ് യു നീഡ് ടു പ്രൊസീഡ് വിത്ത് ഫോളോയിങ് സ്റ്റെപ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളെ ഓർഡേഴ്സൊക്കെ നമുക്ക് വരണമെങ്കിൽ, അതായത് റൈറ്റിംഗ് ഓർഡറൊക്കെ നമുക്ക് വരണമെങ്കിൽ നമുക്ക് ഈ 3 സ്റ്റെപ്പും കൂടെ ഇനി ഇതിലൂടെ കടന്നു പോകേണ്ടതാണ്. ഒന്ന് ഫോൺ വെരിഫിക്കേഷനാണ്. അവർ നമ്മൾ ഒരു ഇമെയിൽ സെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ വെരിഫൈ ചെയ്യുന്നതാണ്, ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുന്നതാണ്. ദെൻ പ്രൊവൈഡിങ് അസ് വിത്ത് യുവർ ക്രെഡൻഷ്യൽ, അതായത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് ഫോർവേഡ് ചെയ്യേണ്ടതാണ്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ അവർക്ക് ഫോർവേഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു ടെസ്റ്റ് കൂടെ ഉണ്ട്, ഒരു 15 മാർക്കിൻ്റെ റൈറ്റിംഗ് ഗ്രാമർ ടെസ്റ്റ് ഉണ്ട്, അതും കൂടെ നമ്മൾ പാസ്സായിരിക്കണം. ദെൻ അവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോൺ വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് പ്രൊവൈഡിങ് വിത്ത് അസ് യുവർ ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അപ്ലോഡ് ഫയൽ ഗവൺമെൻറ്റിൽ ഇഷ്യൂഡ് ID, നിങ്ങളുടെ ഏതെങ്കിലും ID കാർഡ് അവിടെ അപ്ലോഡ് ചെയ്യണം, ആധാർ കാർഡോ അങ്ങനെ ഏതെങ്കിലും ഫോട്ടോ പതിച്ച് ID കാർഡ് അപ്ലോഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഡിഗ്രീസിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അപ്ലോഡ് എന്ന ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ ഫയൽ സേവ് ചെയ്തിട്ടുള്ളത്, കമ്പ്യൂട്ടറിൽ എവിടെയാണോ സേവ് ചെയ്തിട്ടുള്ളത് അതുവഴി അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ബോക്സ് നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റിംഗ് ടെസ്റ്റ് എന്ന് കാണാം. 4 ഓപ്ഷൻ കാണാം. അതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് സ്റ്റാർട്ട് നൗ എന്ന ബട്ടണ് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷനിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് കാണാം. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ സ്റ്റാർട്ട് നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ 15 മിനിറ്റ് കൊണ്ട് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഗ്രാമർ പാർട്ടൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ എക്സാം എഴുതാം. അത്യാവശ്യം കുറച്ചൊരു ടഫാണ് എങ്കിലും അത്യാവശ്യം ഇംഗ്ലീഷ് നോളജ് ഉള്ളവർക്ക് ഇത് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഇതിൽ നിങ്ങൾക്ക് അഥവാ നിങ്ങൾ ഈ എക്സാമിന് ഫെയിൽ ആയാൽ തന്നെ നിങ്ങൾ ടോട്ടൽ 3 ചാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നാമത്തെ ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ടെസ്റ്റിലും സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും. ഇനി 2 എക്സാമും ഫെയിൽ ആയാലും മൂന്നാമതൊരു ചാൻസ് കൂടെ ഉണ്ട്. എഴുതിപ്പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ഓർത്ത് പഠിച്ചു വെക്കുക. മൂന്നാമത്തെ ടെസ്റ്റും കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റൈറ്റിംഗ് ജോബ് ചെയ്യാൻ സാധിക്കും.